വിശ്വാസികൾ ഓരോരോ ആവശ്യങ്ങൾക്കായി, ആഗ്രഹപൂർത്തീകരണത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. അത് എല്ലാവരും അംഗീകരിക്കുന്നൊരു കാര്യമാണ്. സ്വർഗത്തിലിരിക്കുന്ന നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിപ്പിൻ എന്ന് ബൈബിൾ വചനമുണ്ട്. മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും തുടങ്ങിയ സാന്ത്വന വചനങ്ങളും നമുക്കവിടെ കാണാം. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം 32-ാം സൂക്തം, ആസ്ക് അല്ലാഹ് ഫോർ ഹിസ് ബൗണ്ടി, അനുഗ്രഹ ആശിസ്സുകൾക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ഓരോരോ കാര്യങ്ങൾക്കായി, മകളുടെ വിവാഹം, അതുപോലെ തന്നെ മകന്റെ ജോലിക്കാര്യം, വീട് പണി, രോഗമോചനം തുടങ്ങിയ കാര്യങ്ങൾക്കായി ഈശ്വര സന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒട്ടേറെ ആളുകൾ ഹൈന്ദവ സമുദായത്തിലുമുണ്ട്, അല്ലെങ്കിൽ ഹിന്ദു സമുദായത്തിലുണ്ട്. കഠിനമായ തപസ് ചെയ്തുകൊണ്ട്, ഈശ്വരപ്രീതിക്ക് വേണ്ടി കഠിനമായി തപസ് ചെയ്തുകൊണ്ട് വരം നേടിയ ഒട്ടേറെ കഥാപാത്രങ്ങളെ കൊണ്ട് സമൃദ്ധമാണ് പല പുരാണ കഥകളും. അപ്പോൾ ഇതൊക്കെ വിശ്വാസി സമൂഹം പൊതുവെ അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ ആരും തന്നെ തെറ്റു കാണുന്നില്ല. മാത്രമല്ല, ഇതാണ് ചെയ്യേണ്ടത് എന്നുവരെ നിർദ്ദേശമുണ്ട്. ഇതിൽ നിന്നല്പം വിഭിന്നമായ ഒരു ചിന്ത ഭഗവത്ഗീതയിൽ നമ്മൾ കാണുന്നുണ്ട്. വിഭിന്നമായ എന്നാണ് പറയേണ്ടത്, വിരുദ്ധമായ എന്ന് പറഞ്ഞുകൂടാ. ഒരു ഭക്തന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിവരിക്കുന്ന ഏതാണ്ട് 30-ലധികം ലക്ഷണങ്ങൾ പറയുന്ന ഭക്തിയോഗം എന്ന 12-ാം അധ്യായത്തിലെ 16-ാമത്തെ ശ്ലോകത്തിൽ ഭക്തന്റെ ലക്ഷണമായി പറയുന്ന ഒന്ന്, ഭക്തൻ അനപേക്ഷനായിരിക്കണമെന്നാണ്. അതായത് ഈശ്വരനോട് അത് വേണം ഇത് വേണം എന്ന് ചോദിക്കുന്നവനായിരിക്കരുത്. ഭൗതിക കാര്യ സുഖങ്ങൾക്ക് വേണ്ടി ഈശ്വരന്റെ മുമ്പിൽ പോയി തങ്ങളുടെ ആവശ്യങ്ങൾ നിരത്തിവെക്കുന്നവനാകരുത് യഥാർത്ഥ ഭക്തൻ എന്ന് ഗീത പറയുന്നു. ഇങ്ങനെ പറയുവാൻ കാരണമുണ്ട്. ഗീത ഒരു പരിപൂർണത വന്ന മനുഷ്യനെയാണ് സങ്കല്പിക്കുന്നത്. നമ്മളെല്ലാവരും അപൂർണരാണ്. പക്ഷേ നാം പൂർണ്ണത നേടിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ ശരിക്കും നമ്മൾ കഠിനമായി അധ്വാനിക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണത കൈവരുത്തുവാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ പൂർണ്ണത വന്ന ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, ഒരു വിശ്വാസി അനപേക്ഷനായിരിക്കണം. എനിക്കത് വേണം ഇത് വേണമെന്ന് ചോദിക്കുന്നവനായിരിക്കരുത്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിന് അങ്ങനെ ആഗ്രഹിക്കുവാൻ തക്ക കാര്യങ്ങളൊന്നും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കുകയില്ല. ആ വിശ്വാസി അല്ലെങ്കിൽ ആ ഭക്തൻ എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ഈശ്വരനെ ആയിരിക്കും. ഇതൊരു ആധ്യാത്മിക തലമാണ്. ഈശ്വരനോട് അത് വേണം ഇത് വേണമെന്ന് ചോദിക്കുന്നവരെ കളിയാക്കിക്കൊണ്ട് ശ്രീരാമകൃഷ്ണദേവൻ പറയാറുണ്ട്, രാജകൊട്ടാരത്തിൽ പോയി ആരെങ്കിലും മത്തങ്ങ ചോദിക്കുമോ എന്നുള്ളത്. അതായത് അനപേക്ഷൻ എന്നുള്ളത് ഈശ്വരനോട് അനാവശ്യമായി അത് വേണം ഇത് വേണമെന്ന് യാചിക്കുന്നവൻ ആയിരിക്കരുത് യഥാർത്ഥ ഭക്തൻ. ആ ഭക്തൻ വിശ്വസിക്കുന്നു, ഈശ്വരൻ തന്റെ ഉള്ളം അറിയുന്നുണ്ട്. ഇതൊരു വിഭിന്നമായ ചിന്തയാണ്, എന്നാൽ ഒട്ടും തന്നെ വിരുദ്ധമായ ചിന്തയുമല്ല. ആവശ്യത്തിലധികം ആവശ്യമില്ലാതെ വീണ്ടും വീണ്ടും യാചിക്കുന്നവന് അന്ത്യവിധി നാളിൽ മുഖത്ത് മാംസത്തിന് പകരം ഒരസ്ഥിയായിരിക്കും കാണുക എന്ന് പ്രവാചകൻ പറഞ്ഞതായി ചില വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടി നമുക്ക് ഇത്തരത്തിൽ ചിന്തിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.